പിന്നെ ചേരാതെ സുന്ദരിയായിട്ടുണ്ട്. വേണ്ട അത് മതി മതി. ഫുള്ളൊന്ന് കാണിക്കട്ടെ. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട് കൂതാശയുടെ അന്നത്തെ വീഡിയോ 2 പാർട്ടായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് 2ാമത്തെ പാർട്ടാണ് കേട്ടോ. രാവിലെ കൂതാശയൊക്കെ കഴിഞ്ഞു, അച്ഛനൊക്കെ ഫുഡൊക്കെ കഴിച്ചു പോയി. പിന്നെ നമ്മൾ കഴിച്ചു. ഞാൻ പറഞ്ഞില്ലേ പ്രിയങ്ങളെ, നമ്മൾ വലിയ ഫംഗ്ഷനായിട്ടൊന്നും ഒരുക്കിയിട്ടില്ലായിരുന്നു. ഞാൻ തകർന്ന് വീഴേണ്ട ഒരു സമയത്ത് എൻ്റെ കൂടെ സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഉണ്ടായിരുന്നവരെ മാത്രം എനിക്കിങ്ങനെ ഒരു വിശേഷം അറിയിക്കാൻ തോന്നിയുള്ളൂ. ഞാൻ ക്ഷണിച്ചില്ലെങ്കിൽ പോലും ഞാൻ വിവരം പറഞ്ഞതനുസരിച്ച് എൻ്റെ വീട്ടിൽ വന്ന് കുറച്ച് പ്രിയപ്പെട്ടവരുണ്ട്. അതിലാദ്യം എത്തിയത് എൻ്റെ പ്രിയപ്പെട്ട ശ്രീദേവി ടീച്ചറാണ് കേട്ടോ. ആര്? ഞാനോ? എപ്പം ഇങ്ങോട്ട് വരാൻ? ടീച്ചർ വരുമെന്നുള്ള കാര്യം ഞങ്ങൾക്കറിയായിരുന്നു. കുഞ്ഞോ എല്ലാരും ഉണ്ട്. കഴിഞ്ഞു. അച്ഛനൊക്കെ വന്നിട്ട് പോയി. ഉണ്ട്. ലക്ഷ്മി ആന്റി അമ്മാവന്മാരോട് എടുത്താൽ അച്ചാച്ചി ഇതന്നെ 10ല് പഠിപ്പിച്ച നേതാ സ്കൂളില്. ആ എന്നെ ഹിന്ദി പഠിപ്പിച്ചല്ലയോ? കുഞ്ഞിനെ കൊണ്ട് വന്നില്ലേ എന്റെ മനസ്സിപ്പോഴിരിക്കുക. മാമിയേച്ചിയുടെ പാല് വെച്ചോ? ഒരിക്കലും ചായ വെക്കത്തില്ലയോ അപ്പൊ ഇവിടെ? അച്ഛൻ വിളിച്ചോ? അച്ഛൻ വിളിച്ചോ? എന്തോ പറഞ്ഞു? അച്ഛ എന്തോ പറഞ്ഞു? എന്തുവാ പറഞ്ഞേ? അച്ചാച്ചി എന്തോ പറഞ്ഞു കുഞ്ഞിനോട്? എന്തോ പറഞ്ഞു? പറഞ്ഞു നല്ലോണം പാല് കാച്ചണം, പാല് കുറ്റണം എന്നൊക്കെ പറഞ്ഞോ? പറഞ്ഞോ? അയ്യോ, ഒരുമാതിരി മനുഷ്യന് മുഴുവൻ എപ്പോഴും പത്തനംതിട്ട കാണും. അവനിവിടെ വിളിച്ചിട്ടുണ്ടെന്നാ ചെയ്യണം. ടീച്ചർ എന്നെ പഠിപ്പിച്ചതല്ല കേട്ടോ, പക്ഷേ എൻ്റെ വീഡിയോസിലൂടെ എന്നെ പരിചയപ്പെട്ട് എൻ്റെ ഒരു ടീച്ചറമ്മയായി മാറിയ ഒരാളാണ്. കൊച്ചോളുടെയൊക്കെ ടീച്ചറാണ്. കൊച്ചോളെയൊക്കെ സ്കൂളിൽ പഠിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ അവരെ എല്ലാവരെയും ടീച്ചറിന് നേരത്തെ അറിയാം. അതിനേക്കാട്ടിലൊക്കെ വലിയ സന്തോഷമെന്ന് പറഞ്ഞാൽ ഞാൻ ജോലി ചെയ്യുന്ന ഫാർമസിയിലെ അജയണ്ണൻ്റെ റിലേറ്റീവാണ് ടീച്ചറെ. ടീച്ചർ എന്നെ ആദ്യമായിട്ട് കാണാൻ വന്നതും അങ്ങോട്ടാണ്. ടീച്ചർ വന്ന് ഞങ്ങളുടെ സന്തോഷത്തിലൊക്കെ പങ്കുചേർന്ന് കുറച്ച് സമയമൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അജയണ്ണൻ വന്നേ. വിളിക്കടാ. താഴെ പോകും. എന്തെങ്കിലും ഒന്ന് പറഞ്ഞതേ ഉള്ളൂ.
നീ എന്തിനാ വന്നത്? നീ നിനക്ക് അവിടെ പണി കഴിഞ്ഞോ? ഇല്ല, ഞാൻ ലീവ് എടുത്തു വന്നതാ. ലീവോ? ഓക്കെ, ബൈ. ഇപ്പൊ വേണ്ട, അത് മേടിച്ചോണ്ട് പോ. അതിലേ പോയി അജയണ്ണന് പോണം, എളുപ്പം പോ. അങ്ങനെ അജയണം വന്നിട്ട് പോയി. ടീച്ചർ ഓട്ടോയ്ക്കാണ് ഇങ്ങോട്ട് വന്നത്. ആ ഓട്ടോ അങ്ങ് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് തിരിച്ചു പോകാൻ നേരത്ത് വേറെ ഒരു ഓട്ടോ ഇവിടുന്ന് തന്നെ വിളിച്ച് ടീച്ചർ അങ്ങോട്ട് പോകാനിറങ്ങി. നിങ്ങളെല്ലാവരും എന്നോടൊപ്പം പ്രാർത്ഥനയോടെ നിന്നില്ലേ? നിങ്ങളുടെ സാന്നിധ്യമൊക്കെ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ അറിയുന്നുണ്ടായിരുന്നു. അതുപോലെ സ്നേഹമുള്ളവർ മാത്രമാണ് ഇന്നിവിടെ എത്തിയത് കേട്ടോ. ഇനിയും വന്നത് ഗോവികയൊക്കെയാണ്. അയ്യോ, കരഞ്ഞു. കൊറേ നാളായല്ലോ വീഡിയോ. അറിയാവോ, ഞാൻ അംഗൻവാടി പോകുമ്പോ കാണും. നമ്മൾ കണ്ടില്ലായിരുന്നോ? ചേച്ചി ഹായ്. നീ എത്തല്ല നമ്മുടെ പഴയ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് ഗോപികയെ അറിയാം. ഞങ്ങൾ ആദ്യം താമസിച്ചുകൊണ്ടിരുന്നിടത്ത് വല്ലപ്പോഴും ഒന്ന് മിണ്ടി പറഞ്ഞ് കയറി വരുന്നത് ഗോപികയായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടുന്ന് പോയപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ കൂടെ ഉള്ളത് മണിയാൻ്റിയാണ്. അത് ഗോപികയുടെ വല്യച്ഛൻ്റെ ഭാര്യ. അത് അമ്മ താമസിക്കുന്ന വീടിൻ്റെ തൊട്ട് മുമ്പിലാണ്. നമ്മൾ വന്ന കാലം മുതലുള്ള സഹകരണമാണ്. പിന്നെ അവിടുത്തെ മോൻ്റെ കുഞ്ഞും ഉണ്ടായിരുന്നു. ഗോപികയുടെ മക്കളും അവരെല്ലാവരും കൂടിയാണ് വന്നത്. എല്ലാവരും കൂടി കുറച്ച് നേരം ഇവിടെ ഇരുന്ന് നമ്മുടെ സന്തോഷത്തിലൊക്കെ പങ്കുചേർന്ന് അവർ പോകാൻ ഇറങ്ങിയതാട്ടോ. അവക്കൊരു ചിരി കൊടുത്തേ. കാറ്റ് കൊടുത്തേ, ചേച്ചിക്ക് കാറ്റ് കൊടുത്തേ, കാറ്റ് കൊടുത്തേ, കാറ്റ് കൊടുത്തേ. ഓ, ഒരു മോള് മുട്ടി കൊടുത്തേ, മുട്ടി മുട്ടി ഒരു മുട്ടി കൊടുത്തേ, ഒരു മുട്ടി മുട്ടി. ചിരിച്ചു ചിരിച്ചു. ടാറ്റാ. ഗോപിയൊക്കെ പോയതിൻ്റെ പുറകെ വന്ന ആൾ പ്രസന്ന ചേച്ചിയാണ്. ചേച്ചി അടൂരൊന്ന് വന്നതാ. ചേച്ചിയും ലക്ഷ്മി ചേച്ചിയൊക്കെ എൻ്റെ അടുക്ക വന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ വീഡിയോസൊക്കെ കണ്ട് എൻ്റെ അടുക്ക വന്ന് പരിചയപ്പെട്ട ആളാണ് ചേച്ചിയും. പക്ഷേ ഇപ്പോൾ ഒരു ചേച്ചിയായിട്ടും അമ്മയായിട്ടും കൂടപ്പിറപ്പായിട്ടും ഒക്കെ വലിയ സ്ഥാനമുണ്ട് ഇപ്പോൾ എൻ്റെ മനസ്സിൽ ചേച്ചിക്ക്. ഇഷ്ടം പോലെ അടുക്കള
അപ്പു വന്നില്ലടാ. ഇത് അപ്പൂൻ്റെ അമ്മ അനിയത്തിയാണ്. അപ്പു മുത്തിൻ്റെ കൂടെ എല്ലാത്തിനും ഓടിപ്പാഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. വീട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തും ഓരോ സാധനങ്ങൾ വാങ്ങാനും ഒക്കെ ആയിട്ട്. ഇന്ന് പൊന്മുടി പോയേക്കുക, വൈകുന്നേരമേ തിരിച്ചെത്തുള്ളൂ. ശരിക്കും അവരും കൂടിയൊക്കെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ വല്ലാതെ പെട്ടുപോയേനെ പ്രിയങ്ങളെ. അത്രയ്ക്ക് ഓട്ടപ്പാച്ചിലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു കൊറിയർ വന്നതാണ്. നമ്മുടെ ഈ പഞ്ചസാരയും തേയിലയൊക്കെ വിൽക്കുന്ന കുഞ്ഞു ഡപ്പകളില്ലേ, 3 സെറ്റായിട്ട് വരുന്നത്. അത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചക്കലത്തേക്ക് നമ്മളൊരു മണി ചിക്കൻ റോസ്റ്റ് ചെയ്തു, ഒരു തോരനുണ്ടാക്കി, പിന്നെ മോര് കറി, അത്രയൊക്കെ ഉള്ളായിരുന്നു. രാവിലത്തേക്ക് നമ്മൾ പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ച് ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പവും പൊറോട്ടയൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുമായിരുന്നു. എന്തായാലും രാവിലെ വന്നവരൊക്കെ കഴിച്ചു. സന്തോഷത്തോടെ നമ്മുടെ കൂടെ പങ്കുചേർന്ന് പോയി. ഞങ്ങൾ മുറി വീഡിയോ ഒക്കെ ഇടുന്നുള്ളൂ. അതുപോലെ കഴിഞ്ഞ വർഷത്തെ ബുക്ക് ഉണ്ടെങ്കിൽ അതെടുത്തിട്ടാണ് ബാക്കി ഞാനിപ്പോൾ എന്റെ മോന്റെ ബുക്കോട് ബാക്കി എടുക്കണമെങ്കിൽ പിന്നെ അവിടെ അങ്ങനെ ഉച്ചക്കലത്തേടമൊക്കെ കഴിച്ച് 4:30 ആയപ്പോഴാണ് പ്രസന്ന ചേച്ചി പോകാൻ ഇറങ്ങിയത്. ചേച്ചി പോയി കഴിഞ്ഞ് നമുക്ക് വേറൊരാൾ കൂടി വന്ന്, പ്രമീള ചേച്ചി. ചേച്ചിയുടെ മോന് എൻ്റെ ഒരു ഫോട്ടോ വരച്ചിട്ടുണ്ടായിരുന്നേ. ചേച്ചി അതൊക്കെ ആയിട്ട് ഫാർമസി വന്ന് എന്നെ കണ്ട് അങ്ങനെ പരിചയപ്പെട്ടതാണ്. അതൊക്കെ ആദ്യത്തെ സമയത്തുള്ള വീഡിയോസിലൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ചേച്ചിയും ഹസ്ബൻഡും കൂടി വന്നേ. വേണ്ട, കുപ്പി ചേച്ചി വരുന്നു. ഒരുത്തി പോവാ, എന്തോനാണോ? ഞാൻ പോവാണ്. നാളെ വരണേ. ടാറ്റ ഉമ്മയൊന്നും ഇല്ലേ സോമിനി? അന്ന് ടാറ്റ ഉമ്മയൊന്നും ഇല്ലയെന്ന്. ചേച്ചി അവക്ക് അങ്ങോട്ട് കൊണ്ട് കൊടുത്താലേ പറ്റൂ. നമ്മുടെ ആവശ്യമായി പോയി. പറഞ്ഞപ്പോഴാ ടാറ്റ ഉമ്മ കൊടുക്കാൻ പറഞ്ഞത്. പിന്നെ സന്ധ്യയായപ്പോൾ ഈ സമ്മാനപ്പൊതികളുമായിട്ടൊക്കെ വന്നത് യൂട്യൂബിലൂടെ എനിക്ക് കിട്ടിയ ഒരു കൂടപ്പിറപ്പാണ്. ഒരുപാട് സ്നേഹമുള്ള നമ്മുടെ ഷൈനിക്കുട്ടിയുടെ മോളും അനിയത്തിയും മോനും ഒക്കെ കൂടിയാണ് കേട്ടോ. ഒത്തിരി എനിക്ക് സന്തോഷം തോന്നി അവർ വന്നപ്പോൾ. അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് അവരും അങ്ങോട്ട് പോകാൻ ഇറങ്ങി. ഇവിടുന്ന് പൊട്ടിക്കുന്നോളൂ, അതെന്റെ ഇവിടെ. ഇവിടുന്ന് പൊട്ടിക്ക്, ഞാനോട് പൊട്ടിക്കാം. എനിക്ക് പൊട്ടിക്കണോ? മോനെ പോകണ്ടേ? അത് അപ്പൻ്റെ കൊള്ളു. ആണ് കോളിന്റെ സെറ്റ് സെറ്റ്. ഇവിടെ ഉണ്ടെങ്കിൽ അതിനകത്തുണ്ടോ? ഇല്ല, അതിനകത്തേക്ക് അതിനകത്ത് ആ റൂമിലെ ബാത്റൂമിലെ ഇട്ടുകൊണ്ട്
അതിനകത്തെ പൈപ്പ് ഇതിനകത്ത് വെച്ചാൽ അതിനകത്ത് കുടിക്കണം. പോവാൻ ചുമ്മാ വാട്ടർ ഹീറ്ററിൽ പോയിട്ടുണ്ട്. പൊട്ടിക്കാം ഈ പ്രശ്നം ഞാനും കൂടെ എഴുന്നേക്ക്. ഓ അമ്മയ്ക്കാ കുഞ്ഞിക്ക് ഒരു പാത്രം ആ ബിരിയാണി പോട്ട് നാളെ അപ്പൊ ബിരിയാണി. അമ്മ ബിരിയാണി വെക്കണേ അടിപൊളി. ചുമര ബിരിയാണി വെക്കും ഇതേ കണ്ടാവോ ഒരേ ബാഗിലെടുത്ത് വെച്ചോ. അത് സമ്മതിച്ചു. കുഞ്ഞോ അതാരാ പൊട്ടിച്ചേ? നാളെ അപ്പൊ ബിരിയാണിയാണേ കേട്ടോ. നാളെ ബിരിയാണി. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അപ്പു വന്നിട്ടുണ്ട്. പിന്നെ ഷൈനിക്കുട്ടി തന്ന ഗിഫ്റ്റ് ഇതൊക്കെയായിരുന്നു കേട്ടോ. അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം കിട്ടിയൊരു ദിവസം ഇങ്ങനെ കടന്നുപോയി. അപ്പോൾ ഇതിൽ വരാത്ത 2-3 മുഖങ്ങളും കൂടി ഉണ്ട് കേട്ടോ. വീഡിയോ എടുക്കാനുള്ള സാവകാശമൊന്നും അന്നേരം കിട്ടിയില്ല. വന്ന് സഹകരിച്ച സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഒക്കെ കൂടെ നിന്ന എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം സ്നേഹം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.